ഹായ്, CUT UG 2025 രജിസ്ട്രേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഡൗട്ട്സിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് കാണുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷം ആക്ച്വലി യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു ശരിക്കും അവിടെ അതിനുള്ള ഡൊമൈൻ സബ്ജക്ട്സ് അവിടെ ഡിസ്പ്ലേ ആകുമായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്ട്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സബ്ജക്ട്സ് ചൂസ് ചെയ്യാം, പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. അതിനുശേഷം ഓരോ റിസൾട്ടിന് ശേഷം നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിന്റെ ആപ്ലിക്കേഷന്റെ സമയത്താണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ സബ്ജക്ട്സിന്റെ ബേസിൽ നിങ്ങളുടെ ക്യൂറ്റിന്റെ സ്കോർ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നത്. അതിലും തന്നെ പ്രധാനപ്പെട്ട ഡൗട്ടായിരുന്നു ഐക്കർ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്നുള്ളത്. ഐക്കറും ആക്ച്വലി CUT അണ്ടറിൽ തന്നെയാണ്. നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത് സബ്ജക്ട് സെലക്ഷൻ മാത്രമാണ്. സബ്ജക്ട് സെലക്ഷന് വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. QET.NTA.NIC എന്നാണ് ഈ കാണുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. നിങ്ങളുടെ ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതും സബ്ജക്ട് യൂസ് ചെയ്യുന്നതും ഫീ പേയ്മെന്റ് ചെയ്യുന്നതല്ല. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ കാണുന്ന യൂണിവേഴ്സിറ്റി സെക്ഷൻ കണ്ടോ? ഈ യൂണിവേഴ്സിറ്റി സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കുമുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ എൻറ്റയർ ലിസ്റ്റും ഇവിടെ വിസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് AMU, ആസാം യൂണിവേഴ്സിറ്റി, ബാബാ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റി സെലക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്. അപ്പോൾ ഓരോ കറസ്പോണ്ടിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾ PDF നോക്കുക. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് നിങ്ങൾ നോക്കുക. അവിടെ അവർ മാൻഡേറ്ററി ആയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഇംഗ്ലീഷ് മാൻഡേറ്ററി ആയിട്ട് ചിലപ്പോൾ സയൻസ് സബ്ജക്റ്റുകളിൽ പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പ്രോപ്പർ ആയിട്ട് സബ്ജക്ട് രജിസ്ട്രേഷൻ കാണിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഐക്കറിനെ കുറിച്ച് തന്നെയാണ്. സോ ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞാൻ താഴേക്ക് വന്നു. ദാറ്റ് ഈസ് നമ്മുടെ അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലിക്ക് ചെയ്തു. അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കർ എന്ന് കാണാം. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF വിസിബിൾ ആകും. ഇതാണ് ആ PDF. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസസ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അവിടെ ഐക്കറിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാറ്റ് ഈസ് ഫിഷറി സയൻസ് ഉണ്ട്, ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്, കമ്മ്യൂണിറ്റി സയൻസ് ഉണ്ട്, ഫുഡ് ന്യൂട്രീഷൻ ഉണ്ട്, അഗ്രി ബിസിനസ് ഉണ്ട്, ഡയറ്റിക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് BTech കോഴ്സുകൾ അവൈലബിൾ ആണ്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി. ഇത്രയും കോഴ്സുകളാണ് ഐക്കറിന് അണ്ടറിലുള്ളത്. അതിനുവേണ്ടി ഡൊമൈൻ ജനറൽ ഓപ്ഷണൽ ലാംഗ്വേജസ് മാപ്പ് ടു ദ പ്രോഗ്രാംസ് ഓഫർഡ് ഇൻ കോളംസ് ചെയ്യുന്നത്. അതായത് കോളംസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നോക്കുക, അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്. ഇതിലുള്ള കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഐക്കർ ആണെങ്കിൽ ചൂസ് ചെയ്യേണ്ടത്. അതിൽ അവർ പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് അറ്റംപ്റ്റ് ഓൺലി ദോസ് സബ്ജക്ട്സ് അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് എന്നാണ്. ഈ പറഞ്ഞതിൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സിനെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഐക്കറിന് എലിജിബിലിറ്റി കിട്ടുക. അപ്പൊ നിങ്ങൾ ഐക്കർ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കണം. പിന്നെ അവിടെ മറ്റൊരു എലിജിബിലിറ്റി കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ CUT അണ്ടറിലാണെങ്കിൽ എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ 12ാം ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അത് ഓരോ യൂണിവേഴ്സിറ്റീസിന് ഡിപ്പെൻഡന്റ് ആണ്. ചില യൂണിവേഴ്സിറ്റീസ് 12ാം ക്ലാസ്സിൽ പഠിച്ച അതേ സബ്ജക്ട്സ് തന്നെ ഇവിടെയും പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള ക്രൈറ്റീരിയാസ് പറയാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ശരിക്കും ഐക്കർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി യൂണിവേഴ്സിറ്റീസിന് കറസ്പോണ്ടിങ് ഡിമാൻഡുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോക്കുക, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. 12ാം ക്ലാസ്സിൽ എക്സാം പാസ് ചെയ്തിരിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് ഔട്ട് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആൻഡ് അഗ്രികൾച്ചർ. ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട്സ് എങ്കിലും പഠിച്ച് നിങ്ങൾ പാസ്സായവരായിരിക്കണം എന്നാണ്. 12ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ നിങ്ങൾ പാസ്സായവരായിരിക്കണം എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർ ഇൻ സബ്ജക്ട്സ് ഡിഫറെന്റ് ദാൻ ദ വൺ he passed in 12th standard. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊമേഴ്സ് പഠിച്ച് എനിക്ക് ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പറ്റത്തില്ല. കാരണം സെയിം ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ള പരീക്ഷകൾ എഴുതുന്നവർക്ക് മാത്രമാണ് ഐക്കറിന് എലിജിബിലിറ്റി കിട്ടുക. അതേപോലെ കാൻഡിഡേറ്റ് മസ്റ്റ് അറ്റംപ്റ്റ് ഓൺലി ദോസ് സബ്ജക്ട്സ് ഇൻ ദ എക്സാമിനേഷൻ ആസ് പെർ ദ ചോയ്സ് ഗിവൺ ഇൻ ദ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം. ഈ തന്നിരിക്കുന്ന സബ്ജക്ട്സിൽ 3 ചൂസ് ചെയ്താണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതെന്ന് പറയുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും, ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് QET ഐക്കർ UG 2025 ഐക്കർ അഡ്മിഷൻസ് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഐക്കറിന്റെ ബ്രോഷറിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നിലവിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്ട് സെലക്ഷൻസും കാര്യങ്ങളുമാണ്. അതിനുശേഷം QET എക്സാം എഴുതുക. QET എക്സാം എഴുതിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഐക്കറിലേക്കുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഔട്ട് ആവുന്നത്. ഒക്കെ നമ്മൾ വഴി അറിയിക്കുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.